ഫ്രണ്ട്സ്, നമ്മുടെ കേരള PSCയിൽ ഇന്നിതാ ഒരു പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായത് സ്പെഷ്യൽ ബ്രാഞ്ച് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് എക്സാമിനേഷൻ CID SBCID. ഇപ്പൊ CID എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ കൂട്ടുകാർ വിചാരിക്കും ഇതൊരു യൂണിഫോം പോസ്റ്റ് ആണ്, ഇതിന് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ. പക്ഷേ ഇതൊരു യൂണിഫോം പോസ്റ്റ് അല്ല, ഇത് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. കാരണം സ്ത്രീകൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു പോസ്റ്റാണ്. പിന്നെ ഇതിനൊരു ഫിസിക്കൽ ടെസ്റ്റ് ഇല്ല. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കാരണം പോലീസിൽ വരുന്ന മിക്ക പോസ്റ്റുകൾക്കും നമ്മൾ ചിന്തിക്കാറുണ്ട് അവിടെ ഫിസിക്കൽ ടെസ്റ്റ് ഉള്ളത് കാരണം പലരും ഇത് അപ്ലൈ ചെയ്യാൻ വരെ മടിക്കാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഇതൊരു നോൺ യൂണിഫോം പോസ്റ്റ് ആണ്. ഒരു മാൻഡറ്റോറി ആയിട്ടൊരു ഫിസിക്കൽ ടെസ്റ്റ് ഇതിന് ഇല്ല. അപ്പൊ ഇതാണ് ഇതിന്റെ പ്രത്യേകതകൾ. ഇതില് പലരും തന്നെ കഴിഞ്ഞ വർഷം 2019 ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നതെങ്കിലും കോവിഡിന്റെ പ്രശ്നം കാരണം 2022 ഈ എക്സാം നടത്തിയത്. അന്നേരം പലരും ഈ എക്സാമിന് അപ്ലൈ ചെയ്തിട്ടില്ല. കാരണം എല്ലാവരും വിചാരിച്ചു ഇതൊരു യൂണിഫോം പോസ്റ്റ്, ഇത് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞ് പലരും അപ്ലൈ ചെയ്തിട്ടില്ല. പക്ഷേ ഡിഗ്രി പ്രിലിംസിന്റെ കൂടെ നടന്നൊരു എക്സാം ആണിത്. ഇത് വളരെ വളരെ മികച്ചതും നമുക്ക് എല്ലാവർക്കും പഠിച്ച് ഇത് സർവീസിൽ കയറാൻ പറ്റുന്ന ഒരു പോസ്റ്റുമായിരുന്നു. അന്ന് പലരും ഈ ഒരു പേര് കണ്ടിട്ട് അപ്ലൈ ചെയ്യാതെ പോയി. പക്ഷെ അന്ന് പറ്റിയ അബദ്ധം ആർക്കും തന്നെ ഇനി പറ്റരുത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സ്പെഷ്യൽ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, നമുക്കിനി എക്സാമിന്റെ കാറ്റഗറി നമ്പർ എങ്ങനെയാണ് കാര്യങ്ങൾ നമുക്ക് നോക്കാം. കാറ്റഗറി നമ്പർ 17/2025. ആരും മറക്കരുത്, 17/2025 കാറ്റഗറി നമ്പർ. നോട്ടിഫിക്കേഷൻ വന്നത് ഏപ്രിൽ 30. അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ജൂൺ 4 മറക്കരുത്. ഇനി കഷ്ടിച്ച് ഒരു മാസമില്ല. എല്ലാവരും ഉടനെ തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇതിന്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞത് ഒരു മിനിമം ഗ്രാജുവേഷൻ മതി. ഒരു സാധാരണ ഒരു ഡിഗ്രി ഉള്ള ഏതൊരു കാൻഡിഡേറ്റിനും ഏതൊരു ഉദ്യോഗാർത്ഥിക്കും ഈ പരീക്ഷ എഴുതാൻ കഴിയുന്നതാണ്. പ്രായം 36 മാക്സിമം പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ റിസർവേഷൻ കാറ്റഗറിയിൽ വരുന്നവർക്കാണെങ്കിൽ കുറച്ചധികം ബെനിഫിറ്റ് ഉണ്ടാകും. പിന്നെ അതിന്റെ പേ സ്കെയിൽ എന്ന് പറയുന്നത് 32,000 മുതൽ 67,000 വരെ പോകുന്നതാണ്. അതും ഒരു ഡീസന്റ് പേ ആണ്. ഇപ്പോൾ 67,000 വരെ പോകുന്നത് നിങ്ങൾ പ്രൊമോഷൻ അനുസരിച്ചാണ് വരുന്നത്. ഇതില് ഗസറ്റഡ് റാങ്ക് വരുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ട്. മൂന്നാമത്തെ പോസ്റ്റിലേക്ക് മൂന്നാമത്തെ ഉയർന്ന നമ്മൾ പോസ്റ്റിലേക്ക് പ്രൊമോട്ടറായിട്ട് കഴിയുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും ഗസറ്റഡ് റാങ്കിലേക്ക് എത്തുന്നതുമാണ്. ഓക്കെ, നമുക്കിത് കഴിഞ്ഞ ഈ എക്സാം നടന്നത് എപ്പോഴാണ്, ഇതിന്റെ ഒരു കാര്യം നമുക്ക് നോക്കാം. ഈ എക്സാം നടന്നത് 2019 നോട്ടിഫിക്കേഷൻ വിളിച്ചതെങ്കിലും ഞാൻ മുന്നേ പറഞ്ഞതുപോലെ കോവിഡിന്റെ പശ്ചാത്തലമായതിനാൽ 2022 ഇത് എക്സാം നടന്നപ്പോൾ എക്സാം നടന്നു. അതിന്റെ റിസൾട്ട് വന്നു 2023 റിസൾട്ട് വന്നു. അതിൽ മെയിൻ റാങ്ക് ലിസ്റ്റ് കയറിയത് 1028 കാൻഡിഡേറ്റ്സ് ആണ് വന്നത്. അതിൽ അഡ്വൈസ് പോയത് 172 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. അതിൽ 185 റാങ്ക് ലിസ്റ്റിൽ 185 വരെയുള്ള ആളുകൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, സർവീസിൽ കയറാൻ സാധിച്ചിട്ടുണ്ട്. അവസാനത്തെ മെമ്മോ വരെ പോയത് ഈ 2025 ഫെബ്രുവരി 3 പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു നല്ലൊരു പോസ്റ്റാണ്. ഇപ്പോൾ ഒരു വേക്കൻസീസ് പറയുകയാണെങ്കിൽ ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ഒരു 100 വരെ വരാൻ ചാൻസ് ഉണ്ട് എന്നാണ് കേൾവിപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് വളരെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി, ഒരു സുവർണ അവസരം തന്നെയാണ് ഈ പരീക്ഷ എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ ഞാൻ ആദ്യം തുടക്കത്തിലേ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞത് നോൺ യൂണിഫോം പോസ്റ്റ്, യൂണിഫോം ഇല്ലാത്ത ഒരു പോസ്റ്റ്. ഇത് മിനിസ്റ്റീരിയൽ സ്റ്റാഫ് എന്നറിയപ്പെടും. ഒരു സ്റ്റാഫ് ക്ലറിക്കൽ പോസ്റ്റ് ആണ്. ഒരു മിനിസ്റ്റീരിയൽ സ്റ്റാഫ്, അതായത് കുറ്റാന്വേഷണങ്ങളെ അതിനൊന്നും പോകാത്ത കാറ്റഗറിയിൽ വരുന്ന ആളുകൾ വരുന്ന പോസ്റ്റാണിത്. നോൺ യൂണിഫോം പോസ്റ്റ്, ക്ലറിക്കൽ പോസ്റ്റ് ആണ്. സ്ത്രീകൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. മോർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ വുമൻ. സ്ത്രീകൾക്ക് ഒത്തിരിയേറെ ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് ഉണ്ടാവുന്നതാണ്. പിന്നെ ഒരു മാൻഡറ്റോറി ഫിസിക്കൽ ടെസ്റ്റ് ഇല്ല. അല്ലേ? നമുക്ക് ഇതിനെന്താ പറയാൻ പറ്റും? ഇതൊരു ഫിസിക്കൽ ടെസ്റ്റ് ഇല്ല. കാരണം നമുക്ക് മിക്ക സ്ത്രീകളും അപ്ലൈ ചെയ്യാൻ മടിക്കുന്നത് ഈ ഒരു ഫിസിക്കൽ ടെസ്റ്റിന്റെ ബേസിസിലാണ്. പക്ഷെ ഫിസിക്കൽ ടെസ്റ്റ് നമുക്കില്ല. ഇതുകൊണ്ട് നമുക്കൊരു ചിട്ടയായ പഠനത്തോടു കൂടി നമുക്ക് ഈ പരീക്ഷ പാസ്സാകുകയും നമുക്ക് ഈ സർവീസിൽ കയറാൻ സാധിക്കുന്നതുമാണ്. അപ്പോൾ ഇതൊക്കെയാണ്
ഈ എക്സാമിൻ്റെ ഹൈലൈറ്റ്സ് എനിക്ക് വീണ്ടും എടുത്തു പറയേണ്ടതായിട്ടുള്ളത്, ഈ എക്സാമിന് മറ്റ് യൂണിഫോം പോസ്റ്റുകളിലെ പോലെ ഗ്രേസ് മാർക്ക് ഉണ്ടാവില്ല. അതായത് നിങ്ങൾ NCC SPCയിലൊക്കെ ഉള്ള ആളായിരുന്നു എങ്കിൽ മറ്റ് യൂണിഫോം പോസ്റ്റ് നമുക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടാവും, പക്ഷെ ഇതിന് ഗ്രേസ് മാർക്ക് ഉണ്ടാവില്ല. അതാണ് പ്രത്യേകത. പിന്നെ ഇത് എല്ലാ ജില്ലകളിലും പോസ്റ്റിംഗ് അല്ല, ഇത് സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ്. തിരുവനന്തപുരം, എറണാകുളം, കൊല്ലം, കോഴിക്കോട് എന്നീ ജില്ലകളിലായിരിക്കും നിങ്ങൾക്ക് പോസ്റ്റിംഗ് വരുന്നതും ട്രാൻസ്ഫർ വരുന്നതും ഈ ജില്ലകളിൽ തന്നെ ആയിരിക്കും. മറ്റെല്ലാത്തിലും ഉപരി ഇതൊരു ഡിഗ്രി ലെവൽ എക്സാം ആണ്. ഡിഗ്രി ലെവൽ എക്സാം ആകുമ്പോൾ ഇത് മുന്നേ ചോദിച്ചപ്പോൾ ഡിഗ്രി പ്രിലിംസിന്റെ കൂട്ടത്തിൽ ആയിരുന്നു ഇത് ചോദിച്ചിരുന്നത്. ഇപ്പോൾ ഇത് പ്രത്യേകമായി എടുത്ത് ചോദിച്ചിട്ടുണ്ട് ഈ പരീക്ഷ. അപ്പോൾ ഡിഗ്രി പ്രിലിമിനറി എക്സാമിനുള്ളതാണ്. അപ്പോൾ ഡിഗ്രി പ്രിലിമിനറിക്ക് ഉള്ള സിലബസുകൾ കൃത്യമായും ചിട്ടയായും പഠിക്കുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിയും ഈ പരീക്ഷ ക്ലിയറായി ഈ സർവീസിൽ കയറാവുന്നതാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് ഫോഴ്സിലുള്ള ഒരു ജോലിയുമാണ്, എന്നാൽ യൂണിഫോം ജോലിയല്ല. എന്നാൽ സാധാരണ ഒരു സ്ത്രീകൾക്കും ഈ ഒരു ഫിസിക്കൽ ഇതൊന്നും താല്പര്യമില്ലാത്തവർക്കും സുഖമായിട്ടും ഈ എക്സാം പാസ്സായി കയറാവുന്നതാണ്. അപ്പൊ എല്ലാവരും തന്നെ മറക്കാണ്ട് ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് ജൂൺ 4 എല്ലാവർക്കും എൻ്റെ വക ഒരു വിജയാശംസകൾ. എല്ലാവരും പഠിച്ച് സർവീസിൽ കയറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.